ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചൂടിനും നോമ്പിനും കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു മുഹബ്ബത്ത് കാ സർബത്താണ് കേട്ടോ. അപ്പോൾ മൊഞ്ചുള്ള മുഹബ്ബത്ത് കാ സർബത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. കുറേ ആയിട്ടോ ഇത് ഉണ്ടാക്കണം വിചാരിക്കുന്നു. അപ്പോൾ പറയാനായിട്ട് ടൈം എത്തിയത്. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ഇതാ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി കട്ട് ചെയ്ത തണ്ണിമത്തൻ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തണുത്ത പാലാണ് കേട്ടോ. നല്ല തണുത്ത പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൽ ഒഴിച്ചിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ തണ്ണിമത്തനൊക്കെ അടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് നമ്മൾ തണ്ണിമത്തനാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ തണ്ണിമത്തനും ഈ ജ്യൂസും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കണില്ല. അപ്പം നമുക്ക് പാൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് തണുപ്പോട് കൂടി കഴിക്കാനാണ് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തണുത്തിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കസ്കസാണ് കേട്ടോ. അപ്പോൾ കസ്കസ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മുഞ്ചുള്ള മുഹബ്ബത്ത് കാ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സർബത്തൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിനിട്ടതാണ് കേട്ടോ മുഞ്ചുള്ള മുഹബ്ബത്ത് കാ സർബത്ത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആക്കാം കേട്ടോ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കാൻ സമയം നമുക്ക് ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുഹബ്ബത്ത് കാ സർബത്തും ഫ്രൂട്ട്സും എണ്ണപ്പലഹാരം ഈത്തപ്പായും ഒക്കെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണ്ടേ. അപ്പോൾ പാകം കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തണ്ണിമത്തൻ വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. അതെ ഞാൻ ഇതിന് മുഹബ്ബത്ത് കാ സർബത്ത് എന്ന് പറയുന്നതിനുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ ഏകദേശം പാകം കൊടുക്കാനുള്ള ടൈമായിട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടോ രക്ഷയില്ല. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴും ഈ ചൂടിനൊക്കെ പറ്റിയൊരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നമ്മളെ ദാഹവും മാറും വിശപ്പും മാറും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.